കൊല്ലം കുളത്തുപുഴ വനത്തിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ആമക്കുളം പെരുമ്പടപ്പ് പച്ച വനത്തിനുള്ളിലാണ് സംഭവം. വനം വകുപ്പ് ജീവനക്കാർ പെട്രോളിംഗ് നടത്തുന്നതിനിടെ ചെറിയ തോതിൽ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് മരത്തിന്റെ ചുവട്ടിൽ മനുഷ്യന്റെ ഉടലിന്റെ അസ്ഥികൂടം കണ്ടത്. പരിസര പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും തലഭാഗം കണ്ടെത്താനായില്ല. ഉടൻ തന്നെ മേലുദ്യോഗസ്ഥരെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. കൂടെ ഫീൽഡ് സഞ്ചരിച്ച് ആമക്കുളം 2-ാം മൈല് പിന്നെ 3-ാം നമ്പർ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഫെയർ ലൈനായി ഇതുവഴി ചണ്ണമല പോകാൻ പറ്റും. അപ്പോൾ ഇതുവഴി ചണ്ണമല പോകാമെന്നും പറഞ്ഞ് വന്ന വഴിക്കാണ് ഞങ്ങൾ 3 പേരും കൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. ഈച്ച പറക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്തോ വെള്ള നിറത്തിൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് അത് ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണെന്ന് മനസ്സിലായി. തല നമ്മളവിടെയൊക്കെ നോക്കി എന്നിട്ടും കണ്ടില്ലായിരുന്നു. അങ്ങനെ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് മൊബൈൽ റേഞ്ച് കിട്ടുന്നിടത്ത് കയറി എൻ്റെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ അറിയിക്കുകയും അദ്ദേഹമാണ് പോലീസ് സ്റ്റേഷനിലെത്തിക്കുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. ഞങ്ങളപ്പോൾ മുതൽ ഇവിടെ ഹാൾട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് പോലീസും സയന്റിഫിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപ്പോഴാണ് മരത്തിന് മുകളിൽ അസ്ഥികൂടം കയറിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ അസ്ഥികൂടത്തിന് ഏകദേശം 6 മാസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. സ്ഥലത്തു നിന്നും കാണാതായവരുടെ കേസിൽ ഉൾപ്പെട്ടതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനും DNA ടെസ്റ്റിനും ശേഷം കൃത്യമായ വിവരം ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പെട്രോളിംഗ് ടൈമിൽ അവര് ഉദ്ദേശം 6 മാസത്തോളം പഴക്കം വരുന്ന ഒരു ഡെഡ് ബോഡി വനത്തിന്റെ ഉള്ളിലുണ്ടെന്നുള്ള വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടാണ് ഉള്ളതാണ്. ഏകദേശം 6 മാസത്തോളം പഴക്കമുള്ള സ്കെൽറ്റനാണ് കിട്ടിയിട്ടുള്ളത്. അത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ചില മിസ്സിംഗ് കേസുകളോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമ്മൾ മിസ്സിംഗ് കേസിൽ ഉൾപ്പെട്ട ആൾക്കാരാണെന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും പിന്നെ DNA ടെസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം വ്യക്തമാവും. തുടർ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.